Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ടീച്ചർ വിളിപ്പിക്കും സുരഭിക്ക് ഇങ്ങനെ വയറുവേദന ഉണ്ട് എന്നറിയാം. ഓളോ ബാത്റൂമിൻ്റെ അവിടെ കൊണ്ട് എന്നെ നുള്ളിയിട്ട് പറയും എനിക്ക് വയറുവേദന ഉണ്ട് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ബീച്ച് ഇതാക്കും. അല്ല ഞാൻ ദിലീഷേട്ടനെ പരിചയപ്പെടും. ദിലീഷേട്ടനെ തന്നെ ഞങ്ങൾ വിളിക്കലില്ല, ടുട്ടുമോൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ബാക്കിയുള്ളവർ പോത്തട്ടൻ എന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്നുണ്ടെങ്കിലും അവിടെ നരുക്കുനിയിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മുന്നിലേക്ക് ഈ പ്രകൃതി നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടും ഒട്ടും താഴോട്ട് പോയിട്ടില്ല. മുന്നോട്ടേ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എത്തിച്ചിട്ടേ ഉള്ളൂ. കുറേ കടല പാക്കറ്റും ഒരു വത്തക്ക കഷ്ണവുമാണ്, തണ്ണിമത്തൻ്റെ കഷ്ണമാണ് എനിക്ക് കിട്ടിയ ആദ്യ സമ്മാനം. അതിലുള്ള ശശിയേട്ടൻ പറഞ്ഞു ഇവൾ വലിയ നടിയാകും, അല്ലെങ്കിൽ തിലവ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് എന്നെ അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാനും വയ്യ. തീരെ മോശം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്തൊരു സ്റ്റേജ് ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ആനിമേഷനൊക്കെ കണ്ട സമയത്ത് എനിക്ക് എന്നെ വിഷമം തോന്നി, എന്ത് ക്രൂരതയായിപ്പോയി, മാപ്പ് നൽകണം. ഇപ്പം ഞാൻ കോഴിക്കോട് വളരെയധികം ബഹുമാനത്തിലാണ് പെരുമാറുന്നത്. സുരഭിക്ക് ബേസിക്കലി ഒരു സുരഭിയെ കാണുമ്പോൾ എപ്പോഴും കണ്ണിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും എപ്പോഴും ഉള്ളൊരു പെർപ്പച്വലായിട്ടുള്ള ഒരു സ്ഥായി എലിമെൻ്റ് എന്ന് പറയുന്നത് കുറുമ്പാണ്. ആൻഡ് ഞാൻ ഏതോ ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു കുട്ടിക്കാലത്ത് ഭയങ്കര കുറുമ്പിയായിരുന്നു. അതെ. ഏറ്റവും വലിയ തരികയുടെ പരിപാടി എന്താണ് ഒപ്പിച്ചത്? ഒന്നായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഒന്നായിട്ടൊന്നല്ല, കുറേ ഒന്നായിട്ടൊന്നും എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടം പോലെ എന്ന് പറയേണ്ടി വരും. അത് വെച്ചാൽ ഞാൻ പറയാറുണ്ട്, എന്നെപ്പോലൊരു കുട്ടീനെ എനിക്ക് വളർത്താൻ പറ്റൂല, എന്നെപ്പോലെ ഉണ്ടായിരുന്ന ഒരാൾ. അതായത് എൻ്റെ അമ്മയ്ക്ക് 4ാമത്തെ ആളാണ് ഞാൻ. അപ്പം ഏറ്റവും ഇളയ ആള്. അപ്പം സൗദിക്കുട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛൻ സൗദി അറേബ്യയിലൊക്കെ കുറേ കാലം നിന്ന് വന്ന് ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം 4ാമത്തെ ആളെന്ന് പറയുമ്പോൾ 4 മക്കൾ അവിടെ നിന്ന് അടുത്തൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം എന്നാ വേണ്ട എന്ന് വിചാരിച്ച് സമയത്താണ് അല്ല എന്നെ തന്നെ വേണ്ടാന്ന് വെക്കാന്ന് വിചാരിച്ച് പല നാടൻ ക്രിയകളൊക്കെ നടത്തി. അങ്ങനെ അമ്മയാണെന്ന് എന്നും തോട്ട് ചാടാൻ പോവും. പിന്നെ എന്താണ് അന്നൊക്കെ അരിയൊക്കെ ഇടിക്കുന്നതൊക്കെ ഇല്ലേ, എല്ലാം ഒരു ഗർഭിണി എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതെല്ലാം ചെയ്തിട്ട് ഉണ്ടായിരുന്നതാണ്. പിന്നെ അമ്മയ്ക്ക് എന്നെ കുറ്റബോധം തോന്നി. ഒരു 7 മാസം കഴിയുമ്പോൾ ഇനി വരുന്നത് വല്ല വികലാംഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ബുദ്ധിക്ക് പ്രശ്നമൊക്കെ വരുമോ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ഉള്ളൊരു, പിന്നെ അതുകൊണ്ട് അമ്മ എന്നെ നല്ലോണം സ്നേഹിച്ച് തുടങ്ങി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാനുണ്ടാകുന്നത്. ഉണ്ടായിക്കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു കരച്ചിലുള്ള അല്ലെങ്കിൽ ഇത്രയും സഹിക്കാൻ പറ്റാത്തൊരു ഒരു ക്യാരക്ടർ, ഒരു കുട്ടി. അപ്പം എൻ്റെ ചേച്ചിമാർക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, അവരുടെ പുസ്തകം വലിച്ച് കയറുക. അവർ ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഹൈസ്കൂളുള്ളത്. അപ്പോൾ അവിടെയൊക്കെ അവർ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് എന്നെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ, ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഇവരുടെയൊക്കെ ഇത്ര ശല്യമായിട്ട് എൻ്റെ 2 ചേച്ചിമാർ, അവരൊക്കെ ചെറുതാട്ടോ, ഒരാൾ 6ലും ഒരാൾ 8ലും ഒക്കെയാണ്. ഇതിനെ അങ്ങോട്ട് കൊന്നാലോ അവർ തമ്മിലൊരു ഗൂഢാലോചന എന്നിട്ട് പറയും നിന്നെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ചെറുതായി. ഇപ്പോൾ അവർക്ക് ഭയങ്കര തമാശ. എന്നിട്ട് എന്നെ അവിടെ ഒരു ഇടയുണ്ട്, കുമാരേട്ടൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കൊല്ലാൻ വേണ്ടി വരെ തീരുമാനിച്ചു. കൊണ്ടുപോയപ്പോൾ ചെറിയ ചേച്ചി ചോദിച്ച് ഇപ്പോൾ കൊല്ലണോ? അപ്പോൾ മറ്റവൾക്കും കൊല്ലണം എന്നില്ല, മൂത്ത ആൾക്കോ വേണ്ട ഇപ്പോൾ കൊല്ലണ്ട, നാളെ ഒന്ന് നോക്കിയിട്ട് കൊല്ലാം, രണ്ടാൾക്ക് താല്പര്യമൊന്നുമില്ല. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ ഒരു കവുങ്ങും തോട്ടം, അത് കഴിഞ്ഞാൽ ഒരു ചെറിയ തോട്, പിന്നെ ഫുൾ പാടത്തിൻ്റെ അപ്പുറത്ത് തോടിൻ്റെ അക്കര റോഡ്, ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. ഇവർ തോട്ടിൽ കുളിക്കാൻ പോകും. തോട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ ഞാനും പിന്നാലെ പോയിട്ട് ഞാൻ ഈ തോട്ടിൽ ഇറങ്ങിയതാക്കുമല്ലോ. അപ്പോൾ അവരെന്നെ തോട്ടിലിട്ടിട്ട് അവിടെ ഒരു വള്ളി പിടിപ്പിച്ച് അവിടെ കിടത്തും. 4 വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. 4-5 സ്കൂളിൽ പോയില്ല, 4-5 വയസ്സുണ്ടാവുമായിരിക്കും. എന്നിട്ട് ആ വള്ളിയിൽ പിടിച്ച് നിർത്തും. ആ വള്ളിയൊക്കെ വിട്ടു പോയിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും പുഴയിലെത്തി പോയേനെ. ആ വള്ളി പിടിക്കാതെ ഞാൻ നിശ്ചയദാർഢ്യം നോക്കണം നിങ്ങൾ, എനിക്ക് ജീവിക്കാനുള്ള ജനിച്ചേ ആകൂന്ന്. ഞാൻ ആ വള്ളി പിടിച്ച് ഇവർ കുളിക്കുന്നവരെ വെള്ളത്തിൽ കിടക്കും. പിന്നെ ഞാൻ അധികം വികൃതി കളിച്ച് എന്നെ ഒന്ന് മുക്കി അവിടെ വെക്കും. അങ്ങനെയൊക്കെ
പക്ഷെ അവരെന്നെ നല്ലോണം നോക്കിയിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇതൊക്കെ തമാശയാണെങ്കിലും അങ്ങനെയുള്ള ഒരിതാണ്. അത് അങ്ങനെ ആയില്ലാണ് ഈ കോഴിക്കുഞ്ഞൊക്കെ വന്നു പോയത്. ഈ അവരോടുള്ള ദേഷ്യമായിരിക്കും ഈ അല്ലല്ല, കോഴിക്കുഞ്ഞുങ്ങളോട് അവരോടുള്ള തോന്നുന്നത് അല്ലേ? ദേഷ്യമല്ല, അതൊക്കെ എൻ്റെ എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അന്ന് മറ്റേ ഇത് അടിച്ച് കൊല്ലുക ഇങ്ങനെയൊക്കെ. എന്തിനെ അടിച്ചു കൊല്ലുക? നമ്മളെ തേരട്ടേനൊക്കെ അതൊക്കെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? തേരട്ടേനൊക്കെ അടിച്ച് കൊല്ലുന്നതും പിന്നെ നമ്മൾ രണ്ട് സൈഡിലേക്ക് പോകുന്ന ഉറുമ്പിനെ മുറിച്ച് അവരെ രണ്ട് സ്വതന്ത്രരാക്കി വിടുക അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊള്ളുക. അത് അങ്ങനെ ഒരു വ്യക്തിയാണ് എന്താ ആനിമൽ ഇൻസ്പെക്ടറോ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ അങ്ങനെ ആഗ്രഹിച്ചത്. ഇത് ഇവർ ഞാൻ അതിന്റെ താഴെയൊക്കെ കമന്റ് കണ്ടു, ഇത് സൈക്കോ ആണ്, ഇത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്. അവർ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് ഈ കമന്റ് എഴുതുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഇത് നമുക്ക് അറിഞ്ഞൂടാത്ത പ്രായത്തിൽ ഇത് ഇതുണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ്, നമ്മൾ ഉണ്ണി PS മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട്. എന്താ നീ ചെയ്തത്? ഞാൻ അടുത്ത വീട്ടിലെ കോഴിൻ്റെ ഇങ്ങനെ അങ്ങ് പീച്ചി കഴിഞ്ഞപ്പോൾ ഇത് ചത്തുപോയോന്ന് എനിക്കറിയില്ല. എന്നിട്ട് ആരും കാണാണ്ടിരിക്കാൻ ഇളനീറിൻ്റെ തൊണ്ടിലിട്ടിട്ട് അവൻ തോട്ടിലേക്ക് എറിഞ്ഞു. ഞാൻ പറഞ്ഞടാ, അത് രക്ഷപ്പെടുമെങ്കിൽ നീ ഇളനീറിൻ്റെ തൊണ്ടിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടാം. അത്രയും ക്രൂരത ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പെട്ടെന്ന് കൊന്നു കളഞ്ഞു. അങ്ങനെയൊക്കെ അതൊക്കെ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് അതൊന്നും നമുക്ക് അറിവുള്ള പ്രായത്തിൽ ഞാൻ ഒന്നിനെയും കൊന്നിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല. എനിക്കത് വേറൊരു രീതിയിൽ ആനിമേഷനൊക്കെ കണ്ട സമയത്ത് എനിക്ക് എന്നെ വിഷമം, എന്ത് ക്രൂരതയായിപ്പോയി, മാപ്പ് നൽകണം. ഇപ്പം ഞാൻ കോഴിക്കുഞ്ഞുങ്ങളോട് വളരെയധികം ബഹുമാനത്തിലാണ് പെരുമാറുന്നത്. സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? ഇത്തിരി വലുതായപ്പോൾ ഞാൻ സ്കൂൾ 3ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് ശരിക്കും സ്കൂളിലേക്ക് എന്നെ പോകാൻ തുടങ്ങിയത്. അത് നഴ്സറിയിൽ ഞാൻ പോയിട്ടില്ല. നഴ്സറിയിൽ എന്നെ കൊണ്ടാക്കിയപ്പോൾ എൻ്റെ അമ്മേനോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. കൊണ്ടുവരരുത് ദയവ് ചെയ്ത്, ഉപ്പുമാവോ ഗോതമ്പോ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരരുത്. കാരണം ഞാൻ അമ്മ പോയി കഴിഞ്ഞാൽ നിലത്ത് കിടന്ന് അങ്ങ് ഉരുണ്ട് കരയുക. അപ്പോൾ ഒരാൾ കരഞ്ഞാൽ ആ നഴ്സറിയിൽ എല്ലാ മക്കളും കരയൂലേ. അപ്പോൾ പിന്നെ അവർക്കതൊരു ഭയങ്കര ശല്യമല്ലേ, കൂട്ട നിലവിളിയായപ്പോൾ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ എൻ്റെ അമ്മ കൊണ്ടുപോയില്ല. പിന്നെ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് എന്നും വയറുവേദനയാണ്. ഒരു 11 മണിയാകുമ്പം മടി കൊണ്ടുള്ള വയറുവേദനയാണ് തുടങ്ങും ഞാൻ. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ചേച്ചി സുമി ചേച്ചി, അപ്പോൾ അവൾക്ക് ശല്യമാണ്. അപ്പോൾ അവളെ ടീച്ചർ വിളിപ്പിക്കും, സുരഭിക്ക് ഇങ്ങനെ വയറുവേദന ഉണ്ടെന്ന് പറയും. ഓളോ ബാത്റൂമിൻ്റെ അവിടെ കൊണ്ട് എന്നെ നുള്ളിയിട്ട് പറയും, എനിക്ക് വയറുവേദന ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പീച്ചി ഇതാക്കും. അപ്പോൾ എന്നിട്ട് എന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടാകും മുമ്പ് വീട്ടിൽ കൊണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1ലും 2ലും ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട്, പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ. പിന്നെ ഞാൻ 3ലൊക്കെ എത്തിയതിന് ശേഷമാണ് കുറച്ച് സ്കൂളിലൊക്കെ പോകണം എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉണ്ടായതും സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയത്. പക്ഷെ നല്ല കുട്ടിയായിരുന്നു സ്കൂൾ ജീവിതം മുഴുവൻ? അല്ല, ഞാൻ +2 ഒക്കെ ഞാൻ എന്നും പുറത്താണ്. ഹൈസ്കൂളിൽ ഞാൻ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. പക്ഷെ +2ലൊക്കെ ആയപ്പോൾ പിന്നെയും പ്രശ്നങ്ങളായി. പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും സാറുമാരെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രേമലോലുപിയൊന്നുമില്ലായിരുന്നു? പ്രേമലോലുമൊക്കെ അതൊക്കെ നടക്കുന്നുണ്ട്. അത് സൈഡിൽ കൂടെ അതൊക്കെ സൈഡിൽ കൂടെ അത് അത്ര ഇതില്ല. എല്ലാത്തിലും അങ്ങനൊരു പൊട്ടിത്തെറിച്ചിട്ടുള്ള പരിപാടികൾ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ ഇതായിട്ടല്ല. അപ്പോൾ ഞാൻ എന്നും പുറത്താണ്. എന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കയറും. പിന്നെ ഞാൻ കലാതിലകൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് സാറുമാർക്കൊന്നും പറയാനും വയ്യ. ഇതിപ്പുറത്തെ സൈഡിൽ ഞാൻ അതിന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ പഠിച്ച്, അല്ലെങ്കിൽ തിലവ് അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് എന്നെ അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാനും വയ്യ. തീരെ മോശം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്തൊരു സ്റ്റേജ് ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലാൻ ഗൂഢാലോചന ചെയ്തിരിക്കുന്ന ചേച്ചിമാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പം എങ്ങനെയാണ് മാറിയിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ തമ്മി അതുപോലത്തെ റിലേഷൻഷിപ്പാണോ അതോ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡൈനാമിക്സ് ആണോ? ഇപ്പോൾ കൊല്ലാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ അങ്ങനത്തെ ഞങ്ങളെല്ലാവരും ഭയങ്കര ബോണ്ടിങ് തന്നെയാണ്. അല്ല, അവരൊന്നും ഈ പറഞ്ഞ പോലെ ഞാനൊരു നടിയാകുന്നു അല്ലെങ്കിൽ സിനിമയിൽ ഇതൊന്നും നമുക്ക് അങ്ങനെ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തല്ല നമ്മൾ. അങ്ങനെ തരത്തിലുള്ള ആളുകൾ നമുക്കില്ല. അല്ലെങ്കിൽ ഇതൊക്കെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞുനാളിലൊക്കെ പോയി സിനിമയൊക്കെ കാണും. സിനിമ കാണുക മാത്രമല്ല, എൻ്റെ പപ്പ ഭയങ്കര കലാസ്വാദകനായിരുന്നു. അപ്പം അദ്ദേഹം ഒരുപാട് KT മുഹമ്മദ് സാറിൻ്റെ ഒക്കെ നാടകത്തിന് കുറേ ദൂരം നടന്നിട്ടും ഒക്കെ ഞങ്ങൾ പണ്ട് പോയിട്ട് നാടകം കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുക, കേൾക്കും, ഇജ്ജ് നല്ല മനുഷ്യനാ നോക്ക്, അല്ലെങ്കിൽ
പിന്നീട് ഞാൻ തിയേറ്റർ പഠിക്കുന്ന സമയത്ത് സൃഷ്ടിയൊക്കെ ചെയ്ത സമയത്ത് എൻ്റെ വീട്ടുകാരോട് ഈ നാടകം നീ കണ്ട നാടകമാണ്. അപ്പോൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ കൊണ്ടുപോയി അന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ഭൂമിയാണ് തുടങ്ങിയ കുറേ നല്ല KTയുടെയും അല്ലെങ്കിൽ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ കാണാൻ കൊണ്ടുപോകും. പിന്നെ ഞങ്ങളവിടെ വർഷത്തിലും സർക്കസുകാർ വരാറുണ്ടായിരുന്നു. അങ്ങനെ സർക്കസ് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചിലപ്പം അതൊന്നും ആ ഒരു സങ്കല്പിക്കാൻ പോലും ഉണ്ടാവില്ല. ഒരു വയലിൽ പിന്നെ അവിടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് പോയിട്ടുണ്ടോ? സർക്കസ് കാണാൻ പറ്റും. ആ സർക്കസ് അല്ലത്, ഇതിൽ സർക്കസ് ഒന്നും ഇല്ല. ഇത് നമ്മളുടെ എന്താ പറയുക, കുറച്ച് ആണുങ്ങൾ പെണ്ണായിട്ട് അന്ന് ഇതൊന്നും അങ്ങനെ ജെൻഡർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയമൊന്നും അല്ല. അങ്ങനെ അവർ പേര് ബിന്ദു എന്നായിരിക്കും. അപ്പം അവർ ഡാൻസ് പെണ്ണായിട്ട് ഡാൻസ് കളിക്കും. ആ ഡാൻസ് കാണാൻ ഡാൻസ് കാണാൻ 10 രൂപ കൊടുത്താൽ നമുക്കിഷ്ടമുള്ള പാട്ട് അവർ രണ്ടുപേര് പെയറായിട്ട് സിനിമയിലുള്ള പാട്ട് സ്റ്റേജിൽ അഭിനയിച്ച് കാണിക്കും. പിന്നെ മറ്റേ ഒരു കോഴിമുട്ടയൊക്കെ ലേലത്തിൽ വെക്കുക, ട്യൂബ് പൊട്ടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്തൂരി, എൻ്റെ കസ്തൂരി, ആ സിനിമയിൽ അതിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട്, അതിൻ്റെ കുറച്ചും കൂടി ഇതായിട്ടുള്ള രൂപം. അപ്പം അതിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് എന്നെ കയറുന്നത്. അപ്പോൾ അവിടെ ഒരു പാട്ട് അഭിനയിക്കുമ്പോൾ ഓഡിയൻസിൽ നിന്ന് ഒരു കുട്ടിയെ ക്ഷണിക്കുമല്ലോ നമ്മളങ്ങനെ മാജിക്കിന് വഴി. അങ്ങനെയൊക്കെ ഇപ്പോൾ എൻ്റെ പപ്പയാണ് എന്നെ സ്റ്റേജിലേക്ക് ആദ്യമായിട്ട് കയറ്റി നിർത്തിയിട്ട് ഇങ്ങനെ കണ്ണില്ലാത്ത കുട്ടിയാണെന്ന് വിശ്വസിച്ച് അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. ഒരു 4-5 വയസ്സൊക്കെ ഇത് പറഞ്ഞിട്ടുള്ള അറിവാണ്. എനിക്ക് ചെറിയൊരു ഓർമ്മയെ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ കുഞ്ഞല്ലേ പിഞ്ചു കുഞ്ഞല്ലേ എന്നുള്ളതിൽ ഞാൻ അഭിനയിച്ചു. അങ്ങനെ എനിക്ക് കുറേ കടല പാക്കറ്റും ഒരു വത്തക്ക കഷ്ണവുമാണ്, തണ്ണിമത്തൻ്റെ കഷ്ണമാണ് എനിക്ക് കിട്ടിയ ആദ്യ സമ്മാനം. അതിലുള്ള ശശിയേട്ടൻ പറഞ്ഞു ഇവൾ വലിയ നടിയാകും, അവൾ നല്ല കലാകാരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രശംസിച്ച് വിട്ടത്. അച്ഛൻ ഇതിൽ ഏറ്റവും വലിയ റോളായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഭയങ്കര ആസ്വാദകനായിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ അമ്മ ഡാൻസൊക്കെ കളിക്കും. അതുപോലെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലേ? അത് ഞാനിങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് എൻ്റെ അമ്മമ്മ പറയുന്നത് അമ്മമ്മയുടെ അച്ഛൻ വിദൂഷകനായിട്ട് പണ്ട് നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നു എന്നുള്ളതും, പിന്നെ അമ്മമ്മയുടെ ഭർത്താവ് അതായത് അമ്മയുടെ അച്ഛൻ പിന്നെ കളരി ചെയ്യലുണ്ടായിരുന്നു എന്നുള്ളതും, അതുപോലെ ക്ഷേത്രകലകൾ ചെയ്യലുണ്ടായിരുന്നു എന്നും, പിന്നെ വെളിച്ചപ്പാടായിട്ട് വെളിച്ചപ്പാട് ആവലിന് ആ വെളിച്ചപ്പാടും പ്രാന്തും ഒക്കെ എനിക്ക് ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മളൊരു ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു സംഭവങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു ഇതും ഇല്ലെങ്കിലും അവരുടെ അച്ചച്ചനോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഫാമിലിയിൽപ്പെട്ട ആർക്കെങ്കിലും ഈ കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ട്. അതാണല്ലോ നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ അതിലെവിടെയെങ്കിലും ഒരു സാധനം കിടക്കുന്നത്. അതിങ്ങനെ മാറിയിട്ടാണല്ലോ ഈ ജീനുകൾ ഇങ്ങനെ മാറി വരുന്നത്. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും, എത്രയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു പാടുന്നവരോ ആക്ട് ചെയ്യാൻ പക്ഷേ പുറത്ത് കാണിക്കാതെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായവരോ ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മുടെ തലമുറകൾ മാറി ആ ഒരു സാധനങ്ങൾ വരുന്നത്. ഒരു സിംഗിളായിട്ടുള്ളൊരു സ്ത്രീ ഒരു ആർട്ടിസ്റ്റായിട്ട് നിലനിൽക്കുന്നത് ഇത്തിരൂടെ എളുപ്പമായിരിക്കുമോ? എളുപ്പമാണ്. എന്നുവെച്ചാൽ നമുക്ക് വേറെ ഉത്തരവാദിത്തങ്ങളോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ പോകാം. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളൊരു ആക്ടർ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പാകപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 10-40 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഒരു സ്ത്രീയുടെ ലൈഫിൽ അതിൽ ഈ പറയുന്ന പോലെ പ്രസവവും അമ്മയാവുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ഒരു യാത്രയുടെ ഭാഗമാണ്. അപ്പോഴൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ കുറേ ഇവൻറ്റ്സ് കഴിഞ്ഞിട്ടല്ലേ നമ്മളിവിടേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. അതുപോലെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ഒരു ഉത്തരവാദിത്വമൊക്കെ ആലോചിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഇപ്പോൾ സിനിമയിൽ തന്നെ പലപ്പോഴും പറയാറുണ്ട് നിലനിൽപ്പ് ഒരു വലിയ ഇഷ്യൂ ആണ്. മറുവശത്ത് പറയാറുണ്ട് വെയിറ്റിങ്ങിൻ്റെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്പേസ് എന്ന് പറയുന്നത് വെയിറ്റ് പീരീഡാണ്. അപ്പോൾ ഇതൊക്കെ ഇരിക്കുന്നിടത്ത് സുർഭിക്ക് എപ്പോഴെങ്കിലും ഇൻസെക്യൂരിറ്റി തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു അൺസർട്ടനിറ്റി പേടിപ്പിക്കാറുണ്ടോ? ഓക്കെ, നാഷണൽ അവാർഡ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളുണ്ട്, വർക്കുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴെങ്കിലും അത് ബാധിക്കാറുണ്ടോ?
അതെങ്ങനെയാ തരണം ചെയ്യുക? അതിപ്പോൾ ഒരാളെപ്പോലെയും നമുക്ക് തോന്നും, അയ്യോ ഞാൻ അടുത്തതില്ലല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അവസരം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു സാധനം നമ്മളുടെ ഉള്ളിലുള്ള ഒരു ആക്ടറിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ഇങ്ങോട്ട് വരുന്നില്ല, അതുകൊണ്ട് ഒരു മജ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് എല്ലാ സാധനവും തോന്നും. ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കള്ളത്തരായി. പക്ഷെ അവിടെ അങ്ങനെയുള്ള പോകുന്ന സമയത്ത് ഞാൻ തിരിച്ചും ചിന്തിക്കാറുണ്ട്, എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ ചുറ്റിലുള്ള ആർക്കും അങ്ങനെ ആവാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളുണ്ടല്ലോ, അതിൽ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു ഭയങ്കര റിലാക്സ് ആയ ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്റ്റേജും എനിക്കുണ്ട്. ഞാൻ അങ്ങനെയും ചിന്തിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ജുംബ എന്നുള്ള ഡാൻസും മുക്കാബില പ്രഭുദേവയെ കാണുന്നതിന് മുമ്പ് ആ ഡാൻസൊക്കെ എനിക്ക് പഠിച്ചിട്ട് ഒരു കാസറ്റുമായിട്ട് പ്രഗതി കോളേജിൽ അവരുടെ കോളേജ് ഡേയുടെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് മനോഹർ മാഷേ ഞാനൊരു ഡാൻസ് കളിക്കട്ടെ, വേണ്ട സുരഭി ഇവിടെ നിറയെ ഡാൻസ് ഉണ്ട്, അങ്ങനെ പറയരുത്, എനിക്കൊരു ഡാൻസ് കളിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇല്ല എന്ന് കുട്ടികളെ പരിപാടി തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഞാൻ 5 മിനിറ്റേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പിലൊരു ഡാൻസൊക്കെ കയറി കളിച്ച് വരുന്നു. പിന്നെ ഇനി എന്നാ ജ്യോതി കോളേജിൻ്റെ അവരുടെ അടുത്ത 16-ാം തീയതി, അപ്പോൾ അവിടെ പോയി ചോദിച്ച്, അങ്ങനെയൊക്കെ ഞാൻ അവിടെ ക്ലബ്ബുകൾക്കൊക്കെ പ്രോഗ്രാമുകൾക്കൊക്കെ അങ്ങോട്ടൊക്കെ പോയി ചോദിച്ച് എൻ്റേതായിട്ടുള്ള ഡാൻസ് പ്രോഗ്രാമുകൾ ഇതൊക്കെ ചെയ്ത് ഇട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് ആ നാട്ടിൽ നിന്ന് നമ്മളുടെ ഈ ഒരു ആർട്ടിനോടുള്ള നമ്മളുടെ ഒരു അപ്രോച്ചും ആ സത്യസന്ധമായിട്ടുള്ള ഒരു രീതിയിൽ, അപ്പം അവിടെ നരുക്കുനിയിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ മുന്നിലേക്ക് ഈ പ്രകൃതി നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടും ഒട്ടും താഴോട്ട് പോയിട്ടില്ല, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എത്തിച്ചിട്ടേ ഉള്ളൂ. പിന്നെ മുന്നോട്ട് എത്തിച്ചാലും വീണ്ടും കറങ്ങി തിരിച്ച് ഒരു ബസ് കയറ്റി ലണ്ടനൊക്കെ കാണിച്ചിട്ട് നേരെ കോഴിക്കോടുള്ള എന്നെ വയനാട്ട് കൊണ്ട് നിർത്തും, എന്നിട്ട് അവിടെ ഇറങ്ങിക്കോളാൻ പറയും, എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങും, എന്നിട്ട് പിന്നെ ബസ്സും കിട്ടൂല, ഈ പറഞ്ഞതുപോലെ സ്കൂട്ടർ കിട്ടില്ല, പിന്നെ നടന്ന് ഞാൻ വീണ്ടും കോഴിക്കോട് എത്തും, എന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും അടുത്തത് ഏതുണ്ട് ബസ് വരാൻ, എന്നിട്ട് അടുത്ത ബസ് കയറും, എന്നിട്ട് അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതൊന്നും എന്നെ അങ്ങനെ ഇല്ല. ഓക്കെ, ഇത് സിനിമ ഇല്ല, ശരി, നമുക്കൊരു നാടകം സെറ്റ് ചെയ്ത് നാടകം കളിക്കാം, പിന്നെ ഓക്കെ നാടകം ചെയ്യാം, ഇനി ഇതല്ല വേറെ എന്തെങ്കിലും പണിയാണോ അത് ചെയ്യാം, ഇതൊന്നുമില്ല വേറെ അത് ചെയ്യാം, അത്ര തന്നെ, അങ്ങനെയുള്ളൊരിതാണ്. പക്ഷേ എപ്പോഴും ഒരു വ്യക്തി എന്നുള്ള സമയത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഒരു ആക്ടർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്രേവിങ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു തൃപ്തിയില്ലാത്ത ഒരവസ്ഥ എല്ലാ സമയത്തും നമുക്ക് ചിലപ്പം അകത്ത് ആ ഒരു സംഘർഷമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതിന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതാണ് സിറ്റുവേഷൻ. ഇത്രയും ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും മജ്ജ തോന്നിയ ക്യാരക്ടർ ഏതാ? ആദ്യം തന്നെ എടുത്ത സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാളോട് അവിഹിതം ഉണ്ട്, ആര് ഇന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായാലും അയ്യോ ഇതിൻ്റെ വേറെ ഒന്നും നമ്മൾ എടുത്തില്ലല്ലോ, ഞാൻ നോക്കി പറഞ്ഞ് തനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണ ഒരാഴ്ചയാവും, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് 3000 രൂപ തരാം, ഇന്ന് ഞാൻ ചേരട്ടെ, എന്നിട്ട് ഞാൻ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സംഭാവന ഈ ഇതിന് കൊടുക്കണമല്ലോ, യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണം, അത്ര ഉത്തരവാദിത്തപ്പെട്ട കലാകാരന്മാരാവുക എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ഒരേ വർഷം നാഷണൽ അവാർഡ് കിട്ടി.